ഈ ഒരു നഴ്സറിയുടെ ഇനാഗുറേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റി എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ എന്ന രീതിയിലാണ് ഈ ഒരു പ്ലാന്റ്സ് അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് ഫ്രീ ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വെട്ടിവിട്ടല്ലോ, ആ വെട്ടിവിട്ട മുകുളം വരുന്നുണ്ട്. അതാണ് മുകുളം. ഈ നമ്മൾ ഒട്ടിച്ചു വെച്ച ആ ബഡിൽ നിന്നുമാണ് ഈ മുകുളം വന്നുകൊണ്ടിരിക്കുന്നത്. അധികവും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കായ്ക്കുമെന്ന് ഉറപ്പുള്ള നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള ഇനങ്ങളായിട്ടുള്ള ഈ ഇല വിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കവർ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. 1, 2, 3, 4 ഐറ്റമാണ് ഇതിലുള്ളത് കേട്ടോ. ഇത് പിന്നെ ഒരു ഐറ്റം ഈ മാവിൻ്റെ ഐറ്റം ഉണ്ടാവും. ഇത് കുറ്റ്യാട്ടൂർ മാവിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന മാവിൻ്റെ തൈ കുറ്റ്യാട്ടൂർ ആയിരിക്കും. 5 ഐറ്റം ഇപ്പോൾ നിലവിൽ ഈ മാവിൽ മാത്രം വരുന്നുണ്ട്. വേരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കട്ട് എടുക്കാനായിട്ടുണ്ട്. നമ്മൾ ഇന്നോ നാളെ ആയിട്ട് ഇത് കട്ട് ചെയ്യും. കൃഷിമിത്ര ടിവിയും ചിറയിൽ അഗ്രോ ഗാർഡൻ ചേർന്ന് നടത്തുന്ന മെഗാ ഗീവ് അവേ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന 5 പ്ലാന്റ്സ് നിങ്ങൾക്കുള്ളതാണ്. ഈ കാണുന്ന കുളമ്പ് മാവാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ് കുളമ്പ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 6 അടി ഹൈറ്റുള്ള തൈകളാണ്. അപ്പോൾ കുളമ്പിൻ്റെ 2 തൈകളാണ് ഞാൻ ഗീവ് അവേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഇവിടെ ഇതേ കണ്ടില്ലേ, ഒരു പ്ലാന്റ് ഇതാണ്, ഒന്ന് ദേ ഈ കാണുന്നത്. ഇത് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്ന ബുഷ് ഓറഞ്ചിൻ്റെ നല്ല ഹൈറ്റുള്ള ഏകദേശം 6 അടി തന്നെ ഹൈറ്റുള്ള തൈയാണ്. ഇതിൽ കണ്ടില്ലേ, നിറയെ കാഴ്ച നിൽപ്പുണ്ട്. ദേ കണ്ടോ, നിറയെ കാഴ്ച നിൽപ്പുണ്ട്. ഇതും ഗീവ് അവേക്കുള്ള പ്ലാന്റാണ്. അപ്പോൾ 2 കുളമ്പ് മാവ്, ഒരു ബുഷ് ഓറഞ്ച് ആയിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും വലിയ തൈ വരാൻ പോകുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന ഡ്രമ്മിൽ വെച്ചാലൊക്കെ കായ്ക്കുന്ന, നമ്മുടെ ടെറസിലൊക്കെ വെച്ച് കായ്പ്പിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി പ്ലാവാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്ലാവാണ്. ഏകദേശം 7 അടി ഹൈറ്റുള്ള ഈ ഒരു പ്ലാന്റിൽ, ഈ ഒരു വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാന്റിൽ ഇത് കണ്ടില്ലേ, ചക്ക ഉൾപ്പെടെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. കൂടാതെ ഈ ഒരു പ്ലാന്റ് കൊണ്ട് ഇതും നല്ല ഹൈറ്റുള്ള, ഇനി ഏകദേശം ഒരു 2 മാസം ആ ഒരു ടൈമിനകത്ത് ഈ ഒരു പ്ലാന്റ് കായ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പ്ലാന്റ്സാണ് ഞങ്ങൾ 5 പ്ലാന്റ്സാണ് ഗീവ് ആയിട്ട് തരാൻ പോകുന്നത്. മാക്സിമം ഇനി വരാൻ പോകുന്ന എല്ലാ എപ്പിസോഡിലും കൃഷിമിത്ര ടി വി കൊണ്ടുവരുന്ന എല്ലാ എപ്പിസോഡിലും ഗീവ് അവേ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. ഈ 5 പ്ലാന്റ്സും ഗീവ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യമാണ്. ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു ചിറയിൽ അഗ്രോ ഗാർഡൻ്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടതിന് ശേഷം നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുന്ന നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേരുടെ വീട്ടിലേക്ക് ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ട് എത്തിച്ചേരും. ഈ ഒരു നഴ്സറിയുടെ ഇനാഗുറേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റി എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ എന്ന രീതിയിലാണ് ഈ ഒരു പ്ലാന്റ്സ് അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് ഫ്രീ ആയിട്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് സപ്പോർട്ട് തരിക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. നമസ്കാരം, എൻ്റെ പേര് അബ്ദുൽ ലാത്തിഫ്. ഞാനുള്ളത് ഇപ്പോൾ ഇത് ചിറയിൽ അഗ്രോ ഗാർഡൻസ് എന്ന സ്ഥാപനമാണ്. ഞാനിവിടുത്തെ ഫാം മാനേജറാണ്. അപ്പോൾ ഇതൊരു 3 വർഷമായി നമ്മൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും ഉള്ളൊരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആയിട്ടുള്ള കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഫിനാൻഷ്യൽ എയ്ഡും ലഭിച്ചിട്ടുള്ള സ്ഥാപനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 വർഷമായി നമ്മൾ സെയിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നഴ്സറിയുടെ മാത്രം പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫലവൃക്ഷ തൈകളെല്ലാം തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മൾ പുറത്തിറക്കല്ല, എല്ലാം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതും നമ്മുടെ നാട്ടിൽ ഈ ഒരു ട്രോപ്പിക്കലായിട്ടുള്ള ഈ ഒരു ചൂടുള്ള ഈ ഒരു കാലാവസ്ഥയിൽ കായ്ച്ചുവെന്ന് ഉറപ്പുള്ള മരങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ നട്ടതായിട്ടും അതുപോലെ തന്നെ നമ്മൾ കാഴ്ച തോട്ടങ്ങൾ ലീസിന് എടുത്തുകൊണ്ടും മറ്റുമായിട്ട് നമ്മൾ തന്നെ കണ്ടെത്തിയ സയണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ വിത്ത് പാവി മുളപ്പിച്ച് തൈകളുണ്ടാക്കി ആ തൈകളിൽ നമ്മുടെ പണിക്കാരെ ഉപയോഗിച്ച് ഇവിടെ തന്നെ പോളിയോസും കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ്. 100% നമ്മുടെ ഏരിയയിൽ കായ്ച്ച സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൊണ്ടുപോയി വിൽക്കുന്ന ആളുകൾക്ക്, അത് നടുന്നവർക്ക് അത് കായ്ക്കാനുള്ള സാധ്യത 100% തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും പൊതുവെ മറ്റുള്ള നഴ്സറികളെല്ലാം പുറത്തുനിന്ന് വന്ന് വിൽക്കുന്നൊരു പ്രവണതയാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പം അത്തരം കൊണ്ടുവരുന്ന ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അധികവും ചിലർ പറയും കുറേ കാലമായി കായ്ച്ചില്ല എന്നുള്ളതും, വലിയ മരമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ കായ കുറവാണ്, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ, നമ്മുടെ നാട്ടിൻ്റെതായിട്ടുള്ള വെറൈറ്റി ഇനങ്ങളുണ്ടാവും ചില മാവുകളൊക്കെ. അപ്പം അങ്ങനത്തെ മാവുകൾ നമ്മുടെ നാട്ടിലുള്ളത് മാത്രം എടുത്തിട്ട് ഇവിടെ തന്നെ കായ്പ്പിക്കുക. അതുപോലെ തന്നെ കായ്ച്ചവ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം ഏതൊരാൾക്കും അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നഷ്ടം വരാനില്ല. ആ ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ടും പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്തുള്ള ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ചിറയിൽ അഗ്രോ ഗാർഡൻ എന്ന നഴ്സറി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 2 വർഷത്തോളമായിട്ട് നമ്മളിപ്പോൾ സെയിൽസും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. ഔപചാരികമായിട്ടുള്ള ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മളിപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ടൊരു 100-150ഓളം നഴ്സറികൾ കൂടുതലായിട്ട് ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു നഴ്സറി ഏകദേശം ഒരു
ടോട്ടൽ 60 ഏക്കറോളം സ്ഥലം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു കോറിയിൽ നിന്നും നഴ്സറിയിലേക്കുള്ളൊരു മാറ്റത്തിലാണിപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 20-30 ഏക്കറോളം ഇപ്പോൾ നമ്മൾ നഴ്സറിയിലേക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയകളും നമ്മൾ നഴ്സറിയായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റൻഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലായിട്ട്. താഴ്ഭാഗങ്ങൾ പുതിയ സ്ഥലങ്ങൾ വരുന്നുണ്ട്, പുതിയ പ്ലാന്റേഷൻസ് ഏരിയകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളധികവും ഇവിടെ തന്നെ നടുന്നുണ്ട് കാര്യങ്ങൾ. കാരണം നട്ട് ഇവിടെ കായ്പ്പിച്ച ശേഷം മാത്രമാണ് നമ്മൾ സയൻ എടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഏത് തോട്ടങ്ങളായാൽ പോലും അവ കായ്ച്ചു എന്ന് ഉറപ്പുവെച്ച ശേഷം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങളും കാര്യങ്ങളും തേടിക്കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈസൻസ് നമ്മുടെ നിലനിന്ന് പോവുകയും ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു 3 വണ്ടി നമുക്കുണ്ട്. അതിൽ നമ്മൾ ഒരു വലിയ വരുന്ന ഓർഡറുകളെല്ലാം അതിൻ്റേതായ രീതിയിൽ ഒരു ന്യായമായ വിലയിൽ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം നഴ്സറികൾക്കാണ് സപ്ലൈ ചെയ്യുന്നത്. എങ്കിലും ഇതിൻ്റെ ഒരു നമ്മൾ ചെയ്യുന്നൊരു ഉദ്ദേശശുദ്ധി, അതായത് ഇവിടെ തന്നെ കാഴ്ച വെച്ച് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ട് കണ്ടറിഞ്ഞ ആളുകൾ വന്ന് ഇവിടുന്ന് വാങ്ങിക്കുന്നവരുണ്ട്. കാരണം നമ്മുടെ വില ഒരു ന്യായമായ വിലയാണ് വരുന്നുള്ളൂ. കാരണം നമ്മുടെ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതും അതിനൊത്തൊരു വിലയും എന്നുള്ള രീതിയിലുള്ളതുകൊണ്ട് അധികം ആളുകളും ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അതും ഇത് കുറച്ചൊരു നല്ല ഏരിയ, ഒരു മെയിൻ റോഡ് സൈഡ് അല്ലാത്തതായിട്ട് പോലും ആളുകൾ ലൊക്കേഷൻ ചോദിച്ചിട്ടും നമ്മുടെ വാട്സപ്പ് ത്രൂ ലൊക്കേഷൻ വാങ്ങിയിട്ട് അത് നമ്മുടെ കോൺടാക്റ്റ് ചെയ്തിട്ടൊക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. കാരണം അധികം പറയുന്നത് കാരണം നമ്മുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും കണ്ട് മനസ്സറിഞ്ഞിട്ട് നന്നായിട്ടാണ് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകാറ്. കാരണം അവർക്കൊരു മനസ്സിൽ നല്ലൊരു എന്താ പറയുക, ഇത് കൊണ്ടുപോയാലുണ്ടാവും എന്നുള്ള വിശ്വാസം നമ്മൾ ഈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത്. കർഷകർക്കായിട്ടും അതുപോലെ സ്വകാര്യ വ്യക്തികൾക്കായിട്ടെല്ലാം നമ്മൾ ക്യാമ്പുകളും കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ്ങിലുള്ള പരിശീലനം, അതേമാതിരി വളത്തിൻ്റെ പരിശീലനം കാര്യങ്ങളും ക്ലാസ്സുകളായിട്ടൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു എക്സ്റ്റൻഡ് വർക്കായിട്ട് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രൊജക്റ്റുകളായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്ത് വരുത്തുന്നുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ക്യാമ്പുകളും കാര്യങ്ങളും ആളുകൾക്ക് നേരിട്ട് വന്ന് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാനും ചെയ്ത് പഠിക്കാനൊക്കെ ആൾക്കുള്ള ഓപ്ഷൻസൊക്കെ നമ്മളിവിടെ ഇപ്പോൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഒരു ഏരിയയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ മുഴുവൻ നമ്മുടെ മാവിൻ്റെ ഏരിയയാണ്. അത് ആ ഏരിയ മുഴുവനും ഈ സൈഡ് 2 ഏരിയയും ഫുള്ള് വരുന്ന മാവിൻ്റെ തൈകളാണ്. ഇത് മാത്രമല്ല, ഒരു പാർട്ടാണ്. ഇതുപോലെ നമുക്ക് 2-3 പാർട്ട് ഇനിയും വരുന്നുണ്ട്. നമുക്കൊരു 1.5 ലക്ഷത്തോളം മാവിൻ തൈകൾ അച്ചടമിൽ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇവിടെ വരും. നമുക്കൊരു 1 ഇയർ പ്രൊഡക്ഷൻ തന്നെ അത്രത്തോളം നമുക്ക് വരുന്നുണ്ട്. നമുക്കൊരു 50-ൽ പരം വെറൈറ്റീസ് ഇപ്പോൾ ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അധികവും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കായ്ക്കുമെന്ന് ഉറപ്പുള്ള നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള ഇനങ്ങളായിട്ടുള്ള ഈ കാലാപ്പാടി, ഓളറ്, ഹിമാപസന്ത്, അങ്ങനെ നല്ല നല്ല ഐറ്റംസാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ അൽഫോൺസ്, മല്ലിക പോലുള്ള വേറെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഉറപ്പുള്ളതാണ് കാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അന്യം നിന്ന് പോയിട്ടുള്ള ഈ ചക്കരക്കുട്ടി, അതുപോലെ തന്നെ ഒളർമാങ്ങ, അതുപോലെ തന്നെ ഇവിടെ കോമാങ്ങ, അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉറപ്പായിട്ടുള്ള പഴയ തനിമയുള്ളതുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, വീണ്ടെടുപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കോമാങ്ങ വരെ ഗ്രാഫ്റ്റ് ചെയ്ത് സ്റ്റോക്കായിട്ടുണ്ട്. കാരണം നമുക്ക് അന്യം നിന്ന് പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ തിരിച്ചെടുപ്പ് നമ്മൾ മാവുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 50-ൽ പരം വെറൈറ്റികളായിട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതുപോലൊരു 3 ഏരിയ നമുക്ക് ഇനിയും വരാനുണ്ട്. ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഒക്കെ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ഇവിടെ ചെറിയ തൈകളും വലിയ തൈകളും അവൈലബിൾ ആണ്. ഒരു 100-150 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രമ്മിൽ വളർത്തുന്നതും അതുപോലെ തന്നെ ഇതുപോലെ വലിയ മാവുകളും നമുക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ കാഴ്ചതായിട്ടും പൂത്തായിട്ട് നിൽക്കുന്ന മാവുകൾ നമ്മളിവിടുന്ന് കൊടുക്കുന്നുണ്ട്. അധികവും വീട് ഫംഗ്ഷനിങ്ങിന്, ഈ ഹൗസ് വാമിങ്ങിനൊക്കെ പോലെ ഗിഫ്റ്റായിട്ട് ഇവിടെ നമ്മുടെ കയ്യിൽ നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡ്രം സൈസുകൾ, അതിൽ തന്നെ പല ഡിസൈനിൽ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. പല വിലയുടെ കാറ്റഗറിയിലുള്ള ഡ്രമ്മുകളിൽ ചെയ്തായിട്ടും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത്തരം സാധനങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതും ഓരോ പ്രൈസിനും അതുപോലെ തന്നെ ഡ്രമ്മിൻ്റെ ഒരു ഏരിയക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓരോ ഡ്രമ്മിനും ഓരോ വിലയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ ഗാർഡൻസിൻ്റെ കമുകിൻ്റെ ഏരിയയാണ്. നമ്മുടെ അടക്ക നടക്കുന്നൊരു ഏരിയയാണ്. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ കാസർഗോഡൻ, മോഹിത് നഗർ, ഇൻ്റർമംഗള, മംഗള, പിന്നെ കാസർഗോഡൻ കരക്കമുക്ക് എന്ന ഐറ്റംസാണ് നമ്മൾ പൊതുവെ ഇവിടെ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ സീസണിലും ചെറിയ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ ചില വിത്തുകളുടെ മാറ്റം അനുസരിച്ചൊക്കെ. ഇപ്പോൾ ഇവിടെ ഇൻ്റർമംഗളയും മോഹിത് നഗറൊക്കെയാണ് ഈ കവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മംഗലാപുരം, കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിൽ നല്ല തോട്ടങ്ങളെടുത്ത് ആ തോട്ടങ്ങളിൽ നമ്മൾ അടക്ക ഇറക്കി പറിച്ച് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ തന്നെ ബെഡുകളിൽ മുളപ്പിച്ച ശേഷം കവറാക്കി മാറ്റുന്നതാണ്. ഇൻ്റർമംഗലാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്, മോഹിത് നഗറും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ തന്നെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ അടക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ തോട്ടമൊക്കെ നമ്മൾ പ്രത്യേകം പോയി പരിചരിച്ച് നോക്കിയ ശേഷം നമ്മൾ എടുത്തു കൊണ്ടുവരുന്നതാണിത്. അവിടെ ഇത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഇന്നടക്കാണ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ പോകുന്നത്. ഇവിടെ നമ്മുടെ വണ്ടി പോയിട്ട് നമ്മുടെ സ്റ്റാഫ്സും പോയിട്ട് തിരഞ്ഞിട്ടാണ് അത് നമ്മൾ അടക്ക കൊണ്ടുവരാറുള്ളത്. അടക്ക കൊണ്ടുവന്ന് പാവുന്ന ബെഡുകളാണ്. നമ്മൾ ഈ ബെഡുകളിൽ അടക്ക കൊണ്ടുവന്ന് ഇങ്ങനെ പാവി വെക്കാറാണ്. ഇതിൽ പാവിയിട്ട് നിന്ന് മുള വരുന്നതിനനുസരിച്ച് കവറാക്കി മാറ്റുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പാവി വെച്ചിട്ടുള്ളതാണ്. അവിടെ മുള വന്നതും ആ ഭാഗങ്ങളിൽ വരുന്നുണ്ട്. ഇത് പാകി വെച്ച ഭാഗങ്ങളുണ്ട്, ഇടാനുള്ളതുണ്ട്. പിന്നെ താഴെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, നിറച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കണ്ടത്. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കി ഉൽപ്പാദനം ചെയ്യുന്നത്. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നേരെ ചാണകത്തിലൊക്കെ മുക്കി റെഡിയാക്കിയ ശേഷം ബെഡിലിടും. ബെഡിൽ നിന്ന് മുള വന്ന ശേഷം കവറാക്കി മാറ്റിയിട്ട് വിൽപ്പനക്കാക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വിത്തടക്കയാണ്.
ഇതുകൊണ്ട് നമ്മൾ അടക്ക കൊണ്ടുവരും. കൊണ്ടുവന്ന അടക്ക നമ്മൾ അത് കുറച്ച് എന്താ പറയുക ഏകദേശം പുറന്തൊലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ മട്ടൽ കൂട്ടിയിടാണ് ചെയ്യാറ്. കൂട്ടിയിടുന്ന ചീഞ്ഞതിനെ ഏകദേശം ചീഞ്ഞു തുടങ്ങിയതിനെ നമ്മൾ വേറെ മാറ്റി മറ്റതിനെ വേറെയും വെക്കും. എന്നിട്ട് ഈ ചീഞ്ഞതിനെ നമ്മൾ ചാണകത്തിൽ മുക്കിയ ശേഷം ബെഡിലേക്ക് ഇടുകയാണ് ചെയ്യാറ്. ഇത് പോകപ്പോൾ ഇതിൽ നിന്ന് തെരഞ്ഞ് ആയതിനെ വെച്ചുകൊണ്ട് നമ്മളങ്ങനെ ബെഡിലേക്ക് ഇട്ട് മാറ്റാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ചാണകത്തിലെപ്പോഴും നമ്മൾ സുഡോമോണാസ് എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത ശേഷം ട്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ലാസ്റ്റ് അടക്കയുടെ അവസാനത്തെ സെക്ഷനാണ്. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടക്ക ബെഡ് ഫുള്ളാകും. ലോങ്ങൻ ഫ്രൂട്ടാണ്, ലോങ്ങൻ ടേസ്റ്റാണ്. ലോങ്ങൻ്റെ ഫ്രൂട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇത് ചെറിയ ഗാർഡൻസിൻ്റെ ചിക്കു അഥവാ നമ്മുടെ സപ്പോട്ടയുടെ ഒരു ഏരിയയാണ് വരുന്നത്. നമുക്ക് നമ്മുടെ കയ്യിൽ പലതരം സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. ഒരു നമ്മുടെ ക്രിക്കറ്റ് ബോൾ, പാല, അതേപോലെ തന്നെ നമ്മുടെ റെഡ് ഹൈബ്രിഡ് വരുന്നുണ്ട്, ജംബോ റെഡ് പോലത്തെ. പിന്നെ വെരിഗേറ്ററൊക്കെ ചെയ്യാനാവുന്നേ ഉള്ളൂ. അങ്ങനത്തെ നമ്മുടെ ഒരു 4-5 ടൈപ്പോളം സപ്പോർട്ട് നമ്മുടെ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് 100-150 റേഞ്ചുകളിൽ നമുക്ക് പ്രൈസ് റേഞ്ചുകളും സപ്പോർട്ട് നമുക്ക് പോകുന്നുണ്ട്. ഇത് നമുക്ക് നഴ്സറിക്കാരുടെ ഹോൾസെയിലും റീറ്റെയിലും ചെറിയ മാറ്റങ്ങൾ വരും. ആ റേഞ്ചിൽ നമുക്ക് സപ്പോർട്ടുകൾ പോകുന്നുണ്ട്. വെറൈറ്റിക്ക് ചെറിയ മാറ്റങ്ങൾ സപ്പോർട്ടിൽ ഉണ്ടാകുന്നതാണ്. ഇത് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട എന്നൊരു ഇനമാണ് ഈ കാണുന്നത്. ചക്കയിൽ തന്നെ പെട്ട ഒരു നല്ല ഇനമാണ്. ഇതിൻ്റെ പ്രത്യേകം ചെയ്തൊരു 1-1.5 വർഷം ഒന്ന് കായ്ച്ചു തുടങ്ങും. ഈ പ്ലാന്റൊക്കെ വെച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം ആയിട്ടുള്ളൂ. ഒരു വർഷം 2 മാസമോ അത്രത്തോളം പഴക്കം വരുന്ന ചെറിയ പ്ലാന്റാണ്. പക്ഷേ ഇത് തന്നെ ചക്കകൾ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആ പ്ലാന്റ് ആയാലും ചുറ്റുമുള്ള പ്ലാന്റുകളിലൊക്കെ 1-1.5 വർഷത്തിൻ്റെ ചോട പ്രായമുള്ള തൈകളാണ് ഉള്ളതെല്ലാം. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വർഷത്തിൽ 2 വട്ടം കായ്ക്കും. ഓഫ് സീസണിലും ചക്ക ഉണ്ടാവുകയും ചെയ്യും, സാധാ സീസണിലും ചക്ക ഉണ്ടാവും. ഇടത്തരം ചക്കയായിരിക്കും, നിറച്ച് ചക്ക കായ്ക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ളൊരു ഇനാണ് വിയറ്റ്നാം എർലി. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ തൈകളായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. 60-80 റേഞ്ചിലൊക്കെ നമുക്ക് തൈകൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് ഇവിടുന്ന് വില. നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ തന്നെ നമുക്ക് പല ടൈപ്പ് ഡ്രമ്മുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഹാഫ് സൈസ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ഫുൾ സൈസ് വേരിയൻ്റ് വരുന്ന ഡ്രമ്മാണ് നമ്മുടെ ഈ കാണുന്ന ഡ്രമ്മുകളെല്ലാം. ഇത് ഒരു ഫുൾ ഡ്രമ്മായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു അത് സ്പെഷ്യലായിട്ടൊരു 1/4 സൈസ് വരുന്നുണ്ട്. ഹാഫിന് ഇതിനിടയിൽ വരുന്ന ഡ്രമ്മുണ്ട്. പിന്നെ തന്നെ ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നതും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതും രീതികൾ വേറെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഒരു 3/4 ലെവൽ ഒരു 150 ലിറ്ററിന് എബവ് വരുന്നൊരു ഡ്രമ്മാണ്. ഈ ഡ്രമ്മിന് പുറത്ത് ഇത് മറ്റുള്ള നഴ്സറികൾ നിങ്ങൾ കണ്ടു കാണാൻ വഴിയില്ല. ഇത് കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു മോഡലാണ്. കാരണം ഇതിന് നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു മെറ്റൽ ഫ്രെയിം ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുവിധം ചൂട് കാര്യങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇതിൽ തട്ടാതിരിക്കാൻ തട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ബെൻഡ് വരും. അങ്ങനത്തെ ബെൻഡ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വെയിറ്റ് വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ കാര്യങ്ങളൊക്കെ സുഖമായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു പെയിൻറ്റിങ് വർക്ക് കൂടി കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് നല്ലൊരു ലുക്കും കിട്ടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മളിത് കൂടുതലായിട്ടും ഈ ഹൗസ് വാമിങ് പോലുള്ളതിനൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ഏകദേശം 150 ലിറ്റർ ഒരു തൈ ഇതിൽ നിന്ന് വളരാനുള്ള ഒരു സ്പേസും ഇതിനുള്ളിൽ കിട്ടും. നമ്മളിപ്പോൾ ഹാഫ് ഡ്രമ്മിൻ്റെയും ഒരു ഫുൾ ഡ്രമ്മിൻ്റെയും ഇടയിൽ വരുന്നൊരു ഡ്രമ്മായിട്ടാണ് നമ്മൾ ഈ ഡ്രം ഇവിടെ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഹാഫ് ഫുള്ളുണ്ട്, അതുപോലെ തന്നെ 1/4 വേറെ ടൈപ്പും വരുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് നമുക്ക് വരുന്നൊരു ഡ്രമ്മാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രമ്മിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു നിർമ്മിതിക്ക് ശേഷം ഇതിന് ആവശ്യക്കാർ കൂടുതലാണ്. ആൾക്കാർ ചോദിച്ച് വരുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ നമ്മളിതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ കൂടുതലും ചോദിച്ച് വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നമുക്ക് കാര്യമായിട്ട് ഇതിൻ്റെ ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ സൈദുക്കയുടെ എന്നാണ്. നമ്മുടെ ഇവിടുത്തെ ഇങ്ങനത്തെ ഡ്രമ്മിൻ്റെ കാര്യങ്ങളിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിക്കാരനാണ്. ഇതിൻ്റെ ഇത് പുള്ളിക്കാരുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിസൈനാണ്. ഇതിനിപ്പോൾ ആവശ്യക്കാർ ഏറെ ഉണ്ട്. ഇതാണ് നമ്മുടെ സൈദുക്ക. ഡ്രമ്മുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 600 രൂപ മുതൽ നമുക്കിവിടെ ഡ്രമ്മുകൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ നഴ്സറിയിൽ. 600 മുതൽ നമുക്ക് പിന്നെ അതിനാവശ്യമായിട്ടുള്ള പോട്ടി മിക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ആവശ്യമായിട്ട് തൈകൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഏത് ഐറ്റമാണോ ആ ഐറ്റം നമ്മൾ പോട്ടി മിക്സും കാര്യങ്ങളും ചേർത്ത് റെഡിയാക്കി സെറ്റാക്കി തരുന്ന പരിപാടി നമുക്കുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷനെല്ലാം ആക്കിയിട്ട് ചെയ്തു തരും. അല്ല നിങ്ങൾക്ക് ഇനി വീട്ടിൽ വന്ന് സെറ്റ് ചെയ്യാനാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് നമ്മുടെ പാക്കേജോട് വീട്ടിലും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും ഈ പോട്ടി മിക്സിൻ്റെ കാര്യങ്ങൾ അതിൽ മാറ്റം വരും. ഡ്രമ്മ് മാത്രമായിട്ടാണ് നമുക്ക് 600 മുതൽ സ്റ്റാർട്ട് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ചിറയിൽ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. നമ്മളത്തോടെ കുറച്ച് പ്രശ്നമുള്ളൂ. കാരണം നമ്മൾ കാര്യമായിട്ടും സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതെല്ലാം ഫ്രൂട്ട് പ്ലാന്റ്സ് ഐറ്റംസ് ആണ്. ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ചെറിയ കളക്ഷൻ മാത്രമേ ഉള്ളൂ. കുറച്ച് ബോഗൺവില്ല, ചെമ്പകം, യുജീനിയ, തെച്ചി, അരേലിയ, ബോൾ ടൈപ്പ്, അങ്ങനെ കുറച്ച് ഐറ്റം ഒരു നമ്മുടെ എന്താ പറയുക റെഡ് പാമ്പ് പോലത്തെ കുറച്ച് ഐറ്റം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കോമൺ ആയിട്ട് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഫലവൃക്ഷങ്ങളിലാണ്. അതിൻ്റെ പല വേരിയൻ്റ് ആയിട്ടും പല സാധനങ്ങൾ പല ഐറ്റംസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മറ്റേയൊക്കെ നമുക്കിവിടെ ചെറിയ രീതിയിലേ കളക്ഷൻ വരുന്നുള്ളൂ. ഇത് നമ്മുടെ ചിറയിൽ ഗാർഡൻസിലുള്ള റംബുട്ടാൻ്റെ തൈകളാണ് നിൽക്കുന്നതെല്ലാം. അപ്പോൾ ഈ റംബുട്ടാൻ തൈകൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കായ്ച്ചു എന്ന് ഉറപ്പുവരുത്തിയുള്ള റംബുട്ടാനിൽ നിന്നും സയൻ എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്.
നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു ലീസ് എടുത്ത് തോട്ടം കാര്യങ്ങൾ നമുക്ക് അവിടെ വരുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമ്മൾ റംബൂട്ടാൻ എടുക്കുന്നത്. കാഴ്ച ഉറപ്പായതിന് നമ്മളിവിടെ വിത്ത് മുളപ്പിച്ച റംബൂട്ടാൻ്റെ തൈകളിൽ നമ്മുടെ ബഡ്ഡിങ്ങുകാർ തന്നെയാണ് ബഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിത് വിശ്വസനീയമായിട്ട് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 6ഓളം വെറൈറ്റീസ് അവൈലബിൾ ആണ്. നമുക്കൊരു മൽവാന, സ്കൂൾ ബോയ്, പിന്നെ N18, E35, കേട്ടൻ, അങ്ങനെ അതിൽ പിന്നെ റോങ്ഗ്രീൻ പോലുള്ള വെറൈറ്റീസൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റംബൂട്ടാൻ ജസ്റ്റ് ഒരു വിപുലമായ കളക്ഷൻ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. റംബൂട്ടാൻ തൈകൾ നമുക്കൊരു 250 രൂപ മുതൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. തൈകളുടെ വിലകളൊക്കെ 250 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ഗാർഡൻസിൻ്റെ വേറൊരു വൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ലെയറിങ്ങിൻ്റെ ഏരിയയാണ്. അപ്പം ഇത് മൊത്തം ലെയർ തൈകളാണ്. ഈ പുറകിൽ കാണുന്ന ഫുൾവൺ ലെയർ തൈകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലെയർ ചെയ്ത് ഇപ്പം കവർ മാറ്റി വെച്ചേ ഉള്ളൂ ലെയർ തൈകളെല്ലാം. കാരണം വെട്ടിക്കൊണ്ടെന്ന് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടില്ല, ഇതൊക്കെ ഈ തൈകളൊക്കെ ലെയർ വെച്ച തൈകളാണ്. ഇത് കണ്ടില്ല, ലെയർ പോയി ഇപ്പോൾ രണ്ടാമത് തെഴുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തെഴുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൈകളായാലും ഈ തൈകളും ലോങ്ങൻ തൈകളും ഒക്കെ ലെയർ എടുക്കുകയാണ്. നമുക്ക് വിപുലമായ കളക്ഷൻ ലെയറിങ്ങിന് വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ആപ്പിൾ ചാമ്പ, റെഡ്, വൈറ്റ്, ഗ്രീന്, ഉമ്മർ ചാമ്പ വരുന്നുണ്ട്. ലോങ്ങൻ ഒരു 3-4 വെറൈറ്റി വരുന്നുണ്ട്. ഓറഞ്ച് വരുന്നുണ്ട്, നാരങ്ങ, ബുഷ് ഓറഞ്ച്, ഈ വലിയ മധുര നാരങ്ങ, ഗണപതി, സീഡ്ലെസ്, അതുപോലെ നമുക്ക് ഒരു വൈഡ് ഐറ്റം തന്നെ നമ്മുടെ കയ്യിൽ കളക്ഷൻ വരുന്നുണ്ട് ലെയറിൻ്റെ. പക്ഷേ ആയി വരുന്നേ ഉള്ളൂ, ചിലത് കായ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലെയർ നമ്മുടെ ഒരു മെയിൻ ഏരിയ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ വർഷം മുതലാണ് ലെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ കായ്ച്ച തൈകൾ നമ്മൾ നോക്കിയെടുത്ത് ലെയർ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ചോദ്യമുണ്ട്, ഓറഞ്ച് കായ്ക്കും ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ചൂടുള്ള കാലത്ത് കായ്ച്ച ഓറഞ്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളിത് ചൂടുള്ളൊരു ഏരിയയിലും കൂടെയാണ്. ഇത് ചൂടുള്ള സമയത്ത് കഴിയുന്ന ഓറഞ്ച്. ഇതിലിപ്പോൾ ഞാൻ പൂവൊക്കെ ഇട്ട് വന്നിരുന്നു. അതെ കായ പിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ കാണാൻ പറ്റും. കണ്ടില്ല, ഇതിൻ്റെ കായൊക്കെ പിടിച്ച് റെഡിയായി വരുന്നുണ്ട്. ഇത് ഓറഞ്ചാണ്, തനി ഓറഞ്ച് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതാണ്. മലപ്പുറം ജില്ലയിൽ കായ്ച്ചിട്ടുള്ള ഓറഞ്ചാണ് ഇത് ഇവിടെ തന്നെ. പക്ഷേ ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ, ഈ ഒന്ന് മാത്രമാണുള്ളത്, ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ സൈഡിലുള്ള ഇതിലൊക്കെ ഇതങ്ങനെ കായ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ സൂം ചെയ്താൽ കാണാൻ പറ്റും. ഇതിലൊക്കെ അങ്ങനെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കായ വന്നിട്ടുണ്ട്, ഇവിടെ കായ വന്നിട്ടുണ്ട്, അതിൽ പൂവിട്ടിട്ടുണ്ട്. ഈ സെറ്റ് മൊത്തം ഉണ്ട്. കാരണം ഒരു മരം കായ്ച്ച മരത്തിന് എടുക്കുകയാണെങ്കിൽ ആ മരത്തിലുള്ള എല്ലാം കായ്ക്കുന്നതാണ് അതിൻ്റെ ഒരു വശം. അതുപോലെ മാതുളി നാരങ്ങ നമുക്കിവിടെ പൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സെയിലായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പം ലെയർ തൈകളാകുമ്പം 6 മാസം എന്നാണ് പറയാറ്. പക്ഷേ 1 മാസം കൊണ്ട് അത്യാവശ്യം കായ പിടിക്കാറുണ്ട്. ലെയറിലൊരു എല്ലാ തൈകളും പൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ചെറിയൊക്കെ പൂത്ത് കായിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലേ, നമ്മുടെ വെസ്റ്റേൺ ചെറിയൊക്കെയാണ്. ഇതിപ്പം കായ കയ്യാറായിട്ടുണ്ട്. പൂവിട്ടിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ പൂ വരുന്നുണ്ട്. ഇതിലൊക്കെ കായിട്ടിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇതൊക്കെ കായിട്ട് നിൽക്കുന്നുണ്ടല്ലേ തൈകൾ. ഇതൊക്കെ കായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കായൻ്റെ അവസ്ഥ ലാസ്റ്റ് കായി തുടങ്ങി. പുതിയതിൻ്റെ പൂക്കൾ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ വെസ്റ്റേൺ ചെറി. അപ്പോൾ നമ്മുടെ വിധം എല്ലാ തൈകളും നമ്മുടെ ഭാഗത്ത് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ഗാർഡൻസിൻ്റെ നമ്മുടെ ഒരു പ്ലാവിൻ്റെ ഒരു ഏരിയയാണിത്. അതായത് നമ്മുടെ ഐറ്റംസ് ആയിട്ടുള്ള സകലം പല വെറൈറ്റിയായ പ്ലാവുകൾ നമുക്കിവിടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ വിയറ്റ്നാം ഏർലി വരുന്നുണ്ട്, സിന്ദൂർ ജാക്ക് വരുന്നുണ്ട്, J33, അതുപോലെ തന്നെ നമ്മുടെ വരിക്ക പ്ലാവുകളായിട്ടുള്ള നമ്മുടെ വലിയ ഒരു മീറ്റർ ജാക്ക് പോലത്തെ വരുന്നുണ്ട്. അതായത് നമുക്ക് ഏകദേശം ഒരു 1 മീറ്ററിനടുത്തോളം ലെങ്ത്ത് വരുന്നൊരു മീറ്റർ ജാക്ക് പോലത്തെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മറ്റേ റെഡ് ജാക്ക് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട്, സിദ്ധു ജാക്ക് വരുന്നുണ്ട്, നമ്മുടെ ചെമ്പടാക്ക് പോലത്തെ, അങ്ങനെ ഒരു ഒട്ടനവധി ഐറ്റം, ഒരു 10 ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പല വേരിയൻ്റ് കവറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ന്യൂ സ്റ്റോക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് 1 ലക്ഷത്തോളം പ്ലാവിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. അതും നമുക്കൊരു 80-60 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൈകളുടെ വില. നമുക്ക് ഇത്രയും തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇതൊരു ഏരിയയാണ്. ഇതുപോലെ തന്നെ പല ഭാഗങ്ങളും വരുന്നുണ്ട്. നമ്മുടെ ഓരോ ഏരിയ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പാർട്ട്, ഇതുപോലെ മുകളിലൊരു പാർട്ടും സൈഡിലായിട്ട് നമുക്ക് 3-4 പാർട്ടുകൾ ഇതുപോലെ തന്നെ വരുന്നുണ്ട്. നമ്മൾ ഇവിടെയുള്ള പ്ലാവുകളെല്ലാം നമ്മൾ തന്നെ എന്താ പറയുക, നല്ല തോട്ടങ്ങൾ, കായ്ച്ചിട്ടുള്ള തോട്ടങ്ങളിൽ നിന്ന് സൈൻ എടുത്ത ശേഷം നമ്മളിവിടെ തന്നെ വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കി ആ തൈകളിൽ ബഡ് ചെയ്തുണ്ടാക്കുന്നതാണ്. അതായത് 100% നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന തൈകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ തൈകൾ കായ്ച്ച കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ നമുക്കിതിൻ്റെ പരിശുദ്ധി നമുക്ക് ഉറപ്പുവരുത്താം. അതിനുവേണ്ടി നമ്മൾ നമ്മുടേതായ തോട്ടങ്ങളിൽ നിന്നും അതുപോലെ നമുക്ക് കായ്ച്ച ഉറപ്പുള്ള തോട്ടങ്ങളിൽ ലീസ് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കുറ്റ്യാടി തെങ്ങിൻ തൈകളാണ് വരുന്നത്. ഇതും നമ്മൾ കുറ്റ്യാടി പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്നും തിരഞ്ഞെടുക്കുന്ന തൈകൾ, വിത്ത് തേങ്ങ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് നമ്മളവിടെ നിന്ന് ഇറക്കിയ ശേഷം, അതായത് തോട്ടം തിരഞ്ഞെടുത്ത ശേഷം നല്ല തൈ നോക്കും, അതിൽ തേങ്ങ ഓക്കെയാണ്, വിത്ത് തേങ്ങയാണെന്ന് ഉറപ്പ് വെച്ച ശേഷം നമ്മളതും നമുക്ക് മുദ്രയുണ്ട്, ഇതിന് സീല് കിട്ടുന്നുണ്ട് വിത്ത് തേങ്ങക്കുള്ള. അത് ഉറപ്പിച്ച തോട്ടങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ തൈകൾ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ബെഡ് പാവി മുളപ്പിച്ച ശേഷം അതിനെ കവറാക്കി മാറ്റിയിട്ടുണ്ടാക്കുന്ന തൈകളാണ് അധികവും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫിനാൻഷ്യൽ എയ്ഡും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഒരു കുറ്റ്യാടി തൈകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ നിലവിൽ. ഇതൊക്കെ നമുക്ക് കുറ്റ്യാടിയുടെ തൈകളാണ് ഈ കാണുന്നതല്ല. ഇത് നമ്മുടെ ചെറിയ ഗാർഡൻസിൻ്റെ മദർ ട്രീ ഓർച്ചാർഡ്സ് ആണ്. അതായത് മുകളിലേക്ക് കണ്ണത്ത് ദൂരത്ത് അങ്ങോട്ടേക്കും അതുപോലെ താഴോട്ടും മുഴുവനും വരുന്നുണ്ട്.
ഇതൊക്കെ നമ്മുടെ ട്രീസ് ആണ്. ഇതൊക്കെ ഇതിൽ പുതിയ പ്ലാന്റേഷൻസും പഴയതും വരുന്നുണ്ട്. നമ്മുടെ ഈ അടുത്ത് കാണുന്നൊക്കെ ഇപ്പോൾ പുതിയ വെച്ച പ്ലാന്റേഷൻസ് ആണ്. സിദ്ധു ഉണ്ട്, ഗംലസ്, ചെമ്പരത്തി, J33 പോലുള്ള എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിനായിട്ടുള്ള വിയറ്റ്നാം മേഖലയുടെ പ്ലാന്റേഷനാണ്. ഇതിന് ചില ഭാഗങ്ങളിൽ കുറച്ച് ഭാഗത്ത് നമ്മൾ പുതിയ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കാര്യമായിട്ട് ഇതിൽ വരുന്നത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറയുന്ന തൈയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. ഇത് ഫുള്ള് കാഴ്ചോട്ടാണ്. നമുക്ക് കാണാം നല്ല നല്ല മുഴുത്ത ചക്കകൾ എല്ലാ സൈഡിലും ഉണ്ട്. കുരങ്ങിൻ്റെ ശല്യം വല്ലാണ്ടുണ്ട് ഇതിൽ. അതിനിപ്പോൾ നമുക്കിവിടെ ഇതിൽ ബുദ്ധിമുട്ട് വരുന്നത് കുറേ മരുന്നടിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മളിതിൻ്റെ ഒരു ചക്കക്കൂടെ ഒഴിവാക്കും. നമ്മൾ കുറച്ച് നിർത്തുള്ളൂ. കാരണം നമുക്ക് സയണ് ഒട്ടുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് കണ്ടില്ല. നല്ല വിയറ്റ്നാമിലൂടെ ശേഷം മൂപ്പായിക്കൊണ്ടിരിക്കുന്ന ചക്കയാണിത്. അങ്ങനെ നമുക്ക് ഇത് മൊത്തം ഉണ്ട്. താഴത്ത് മതി ഇത് കല്ലത്. ഈ കുരങ്ങിൻ്റെ ശല്യം മൂലം കുറേയൊക്കെ വീണ് പോയ കുറേ പ്രശ്നങ്ങളുണ്ട്. കുറേയൊക്കെ അതിൻ്റെ മുറിപ്പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വിയറ്റ്നാം മേഖലയുടെ കാഴ്ച സൈക്കിളാണ് എല്ലാം വരുന്നത്. പിന്നെ കുറേ ചക്ക നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് നമുക്ക് സയണിന് വേണ്ടിയിട്ട്. ഇതിലെല്ലാം നോക്കാം. നിങ്ങൾ ഒരു ഇതെല്ലാം കായ്ച്ചിട്ടുണ്ട്. അതിലൊക്കെ കായ്ച്ചിരിക്കുന്നുണ്ട്. ഇത് കായ്ച്ചിട്ടുണ്ട്, ഇത് കായ്ച്ചിട്ടുണ്ട്. ഇതല്ല ഈ കുരങ്ങിൻ്റെ ശല്യം മൂലം ഇവിടെ ചക്കയിൽ ചെറിയ അവർ മാന്തി പൊളിച്ചു പോകുന്നുണ്ട്. ഇത് ഫുള്ള് വിയറ്റ്നാമിൻ്റെ തോട്ടമാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ തോട്ടം വേറെ മാറും. പിന്നെ താഴത്തുള്ള തോട്ടം വിയറ്റ്നാമേറിൽ തന്നെയാണ്. അത് പുതിയ പ്ലാന്റേഷനാണ്. ഹാഫ് പഴയതുമാണ് നമ്മുടെ പ്ലാന്റേഷൻസ് വരുന്നത്. നമുക്ക് ഏകദേശം കുറഞ്ഞൊരു 70-75 പ്ലാന്റ്സ് ഇവിടെ തന്നെ കാഴ്ച നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. ഇത് നമ്മുടെ റംബുട്ടാൻ്റെ തോട്ടമാണ്. നമ്മുടെ റംബുട്ടാൻ്റെ ഒരു മദർ ഓർച്ചാഡ്, നമ്മൾ പുതിയ ഉണ്ടാക്കിയ മദർ ഓർച്ചാഡാണ് ഈ കാണുന്നതെല്ലാം. ഈ ഒരു ഭാഗത്തോളം വരുന്നത് നമ്മുടെ മൽവാന, N80, സീസർ വരുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ നമുക്ക് E35, സ്കൂൾ ബോയ്, റോങ്ക്രിയാന് പോലെ പല ഐറ്റംസും നമ്മളിതിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം നമ്മുടെ റംബുട്ടാൻ്റെ ഏരിയയാണ്. ഇവിടുന്ന് ഏരിയ കാണുന്ന മുഴുവൻ ഇത് നമ്മൾ ലെയർ ചെയ്ത് വെച്ച തൈകളാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമുക്ക് എടുക്കാനായിട്ടുണ്ട്. വേനൽക്കാലത്ത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത് വെച്ച തൈകളാണ്. അപ്പോൾ നമുക്ക് എടുക്കാനായിട്ടുണ്ട്. തൈകൾ വേര് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നമ്മൾ ലെയർ ചെയ്ത തൈകളാണ്. ഇതിലൊക്കെ വേരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കട്ട് എടുക്കാനായിട്ടുണ്ട്. നമ്മൾ ഇന്നോ നാളെ ആയിട്ട് ഇത് കട്ട് ചെയ്യും. അവിടെ അതിലൊക്കെ നല്ല വേരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കവറിലാക്കാനായിട്ടുണ്ട്. ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പ റെഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കുറേ തൈകൾ വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഏരിയ കണ്ടു. ഇത് നമ്മുടെ പ്രൊഡക്ഷനിൽ ഇപ്പോൾ നമ്മുടെ ബഡ്ഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ പ്ലാവിൻ്റെ തൈകൾ ബഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ബഡ്ഡിങ് കാര്യാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ 2 കാര്യമുണ്ട്. റൂട്ട് സ്റ്റോക്കും സയണും വെച്ചാണ് ബഡ് ചെയ്യുക. ഇപ്പോൾ ഈ കമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്ത് കണ്ട ഇതേത് വെറൈറ്റി വിയറ്റ്നാം. നമ്മൾ നേരത്തെ തൈകൾ കണ്ടിരുന്നുണ്ട്. വിയറ്റ്നാമിൻ്റെ കാഴ്ച തൈകൾ കണ്ടു. അതിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന കമ്പാണ് ഈ കാണുന്നത്. ഈ കമ്പിലെ ഈ മുകുളം ഉപയോഗിച്ചിട്ട് നമ്മൾ ബഡ് ചെയ്യുക. അതിൽ നിന്ന് മുളച്ച തൈകളാണ് ഈ പുറത്ത് കാണുന്നത്. അപ്പോൾ ഒരു ബഡ് ചെയ്യുന്ന രീതി അവർ കാണിച്ചു തരും. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം റൂട്ട് സ്റ്റോക്കിൽ മുറിവുണ്ടാക്കിയിട്ട് അവർ ബഡ് ചെയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു സയണ് ആദ്യം റെഡിയാക്കി വെക്കും. അതുപോലെ നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ ഒരു മുറിവുണ്ടാക്കിയിട്ട് അതിൽ സയണ് വെക്കുകയാണ് ചെയ്യാറ്. അപ്പം ആദ്യം നമ്മളതിൻ്റെ സയണിനെ പുറത്തെടുത്ത ശേഷം ജസ്റ്റ് അരി ഉണ്ടാവും. ആ മുകുളം പുറത്ത് വരുന്ന മുകുളം അത് നോക്കിയതിന് ശേഷം നമ്മളിതിൽ വെച്ചൊട്ടിക്കുകയാണ് ചെയ്യാറ്. നമ്മളതിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ഒരു തൊലി അടർത്തി കളഞ്ഞ ശേഷം ഇത് വെച്ച് കെട്ടും. ഇനി കെട്ടിയ തൈ നമ്മളൊരു 1-1.5 മാസത്തോളം കഴിഞ്ഞ ശേഷം ഈ കവർ ഒഴിവാക്കിയ ശേഷം ഇത് ഒരാഴ്ച നോക്കും. ഈ തൈ ഇതിൽ നിൽക്കുന്നുണ്ട്, ഈ ബഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗം വെട്ടി വിട്ടാൽ മുകുളം വരികയാണ് ചെയ്യുക. അത് നമുക്കിവിടെ പുറത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഈ തൈക്ക് ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ചെയ്ത തൈകളാണ്. ജസ്റ്റ് ഇങ്ങനെ ചെയ്ത തൈകൾ നമ്മളൊരു ലൈനാക്കി ഇതിനെ ഒതുക്കി വെക്കും. സൂര്യപ്രകാശത്തിന് അനുസൃതമായിട്ട് ഒരുക്കി വെക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മളവിടുന്ന് കൊണ്ടുവച്ച് തൈ കണ്ടില്ല, അതിപ്പോൾ കെട്ടയച്ച ശേഷം ഇത് കെട്ടയച്ച് റെഡിയാക്കിയ ശേഷം കണ്ട് ഇത് പോയിട്ടുണ്ട്. നല്ലതിൻ്റെ നമ്മൾ ഇതുപോലെ മുകൾ ഭാഗം വെട്ടിക്കളയും. അപ്പോൾ വെട്ടുമ്പോൾ ഈ പച്ചപ്പ് നില നിൽക്കുന്നുണ്ട്. ഈ പച്ചപ്പ് നില നിന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റേജാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ വെട്ടിവിട്ടല്ലോ, ആ വെട്ടിവിട്ട് മുകുളം വരുന്നുണ്ട്. അതാണ് മുകുളം. ഈ നമ്മൾ ഒട്ടിച്ച് വെച്ച ആ ബഡിൽ നിന്നുമാണ് ഈ മുകുളം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുകുളമാണ് പിന്നീട് വളർന്ന് ബഡായി മാറുന്നത്. പിന്നെ നമ്മൾ വലിയ തൈകളിലേക്ക് എത്തി. പിന്നെ വലിയ തൈയായിട്ട് അത് മരമായിട്ട് മാറുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി പ്രോസസ്സാണ് വരുന്നത്. അങ്ങനെ ഇവിടെ ആയതിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. പിന്നീട് ഈ കാണുന്ന തൈകളെല്ലാം അങ്ങനെ മുകുളം വന്ന് വളർന്ന് വലുതായ തൈകളാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് വരുന്നത്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ബഡ്ഡിങ്ങിൻ്റെ നടക്കുന്ന ഒരു ഏരിയയാണ് പ്ലാവിൻ്റെ. ഇതൊക്കെ സ്വന്തമായിട്ട് നമ്മളിവിടെ തന്നെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൺമുമ്പിൽ കാണിച്ചു തരികയാണ് ചെയ്യുന്ന രീതികളും നമ്മൾ ചെയ്ത തൈകളുമാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ നമ്മളിത് നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയയാണ്. പോളി ഹൗസാണ്, ഇത് ടെമ്പററി പോളി ഹൗസാണ്. അപ്പോൾ ഈ പോളി ഹൗസിൽ ഇത് മൾട്ടി എന്ന് പറയും. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു മാവിൽ തന്നെ 3 ഐറ്റം 4 ഐറ്റം 2 ഐറ്റം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇത് അതിൽ പെട്ടെന്നാണ്. ഇതല്ല, ഇതിപ്പോൾ ഓരോ ഐറ്റം ഓരോ മാവിനും ഓരോ പോലെ ആയിരിക്കും. ഇതിപ്പോൾ പറഞ്ഞില്ല, ഇത് എത്ര ഐറ്റമാണ്? ഇത് 2 ഐറ്റമാണ്. ഇതിലിപ്പോൾ നമുക്ക് 2 ഐറ്റം ചെയ്തിട്ടുള്ളത്. ഇത് തായ്ലാൻഡും ഉണ്ട്, അതുപോലെ തന്നെ കോശ്ശേരി. അതുപോലെ തന്നെ ഇതിൽ 2 ഐറ്റമാണ് വരുന്നത്. ഇത് 3 ഐറ്റമാണ് കേട്ടോ, 3ൻ്റെത്. ഇതിൽ നമുക്ക് വരുമ്പം ബെങ്ങനപ്പള്ളി ഉണ്ട്, തായ്ലാൻഡ് ഉണ്ടാവും, മല്ലിക ഉണ്ട്. അങ്ങനെ 4-5 ഐറ്റമൊക്കെ വരുന്നുണ്ട്. വീറാങ്കിലിടുക പല ഐറ്റംസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട്.
ഇത് പലതും ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, പല ഐറ്റംസ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് 5 ഐറ്റം വരെ വന്നതുണ്ട്. ഇത് നമുക്ക് ശേഷം ആയി തുടങ്ങിയത് ഇതിൽ വരുന്നുണ്ട്. ഇതല്ല ശേഷം നമ്മളുണ്ടോ, ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഇത് ചെയ്താവുന്നതാണ്. ഇത് നമ്മളുണ്ട്, ഇതിപ്പം തഴുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആയിക്കഴിഞ്ഞതിൻ്റെ കവർ നമ്മൾ ഇടയ്ക്ക് ഊരി കൊടുക്കണം. കാരണം ഒറ്റ ടൈമിലല്ല നമ്മൾ ചെയ്യുക, ഓരോ കമ്പിൻ്റെ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. ഇതിലൊക്കെ മൾട്ടി പിടിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ മൾട്ടി നമുക്ക് കവർ ഊരാനായിട്ടുണ്ടല്ലേ. ഇത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചതാണ് ഗ്രാഫ്റ്റ്. ഇത് നമ്മളൊരു ഇല വിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കവർ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. ഓക്കെ ആണല്ലേ, ഇതിൻ്റെ കവർ നമ്മൾ ഒഴിവാക്കി. ഇനി ഇത് ഇടർന്ന് വരും. ഇതിപ്പോൾ ഐറ്റം നമുക്ക് സിന്ദൂരമായിട്ടാണ്. ഇതിലിപ്പോൾ സിന്ദൂരമുണ്ട്, നീലുണ്ട്, അതുപോലെ തന്നെ നമുക്കിതിൽ വരുന്ന ഒന്ന് നീലം ഇതിൻ്റെ ക്രോസ് ഉണ്ട്, കുളമ്പുണ്ട്. അങ്ങനെ 4 ഐറ്റമാണ് ഇതിലുള്ളത്. 1 2 3 4 ഐറ്റമാണ് ഇതിലുള്ളത് കേട്ടോ. ഇതിൽ പിന്നെ ഒരു ഐറ്റം ഈ മാവിൻ്റെ ഐറ്റം ഉണ്ടാവും. ഇത് കുറ്റ്യാട്ടൂർ മാവിനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന മാവിൻ്റെ തൈ കുറ്റ്യാട്ടൂർ ആയിരിക്കും. അങ്ങനെ 5 ഐറ്റം ഇപ്പോൾ നിലവിൽ ഈ മാവിൽ മാത്രം വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോ ഐറ്റമാണ്. അതൊന്നും നമ്മൾ ഒഴിവാക്കും. കവർ റെഡിയായ ശേഷം കുറച്ച് ഇപ്പോഴുള്ള ഒന്ന് റെഡിയായ ശേഷം സൈഡിലേക്ക് കൊണ്ടുപോകുള്ളൂ. കവറൊക്കെ അയച്ചൊന്ന് കെട്ടയച്ച ശേഷം കെട്ട് നമ്മൾ ടൈറ്റ് ആകുമ്പോൾ അയച്ച് ഒഴിവാക്കും. എടുത്തുനിന്ന് ഓക്കെ ആയ ശേഷമാണ് നമ്മളിതിനെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന നോക്കി ഇവിടെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് സീഡ്ലിങ് പരിചയപ്പെടാം. ഇതാണ് നമ്മളൊരു സീഡ്ലിങ്, വിത്ത് മുളപ്പിച്ച് പാകമാക്കി കവറിനകത്ത് റെഡിയാക്കി വെച്ച സീഡ്ലിംഗ് ആണ്. ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഗ്രാഫ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു വെച്ച തൈകളാണ് ഇപ്പുറം കാണുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള തൈകളാണ്. ഇത് മൊത്തം ചെയ്ത തൈകളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇത് കൂടയ്ക്ക് അകത്ത് ചെയ്യുന്ന തൈകളാണ്. ഇത് ഈ തൈയൊക്കെ ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. കവർ അഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഈ സമയമാകുമ്പോൾ ഇതിൻ്റെ കവർ അഴിച്ചതിനെ ഇവിടേക്ക് വെക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ കവർ അഴിച്ച് വെച്ചിട്ട് പിന്നെ അത് വളർന്ന് ഇല വിരിഞ്ഞ് വരികയാണ് ചെയ്യാറുള്ളത്. ഇതൊക്കെ നമുക്ക് ശേഷം റെഡി ആയിട്ടുള്ള തൈകളാണ്. ഇനി ഇതിനെ ഒന്നുകൂടി ഇല ഉറച്ച് കഴിയുമ്പോൾ ഗ്രീൻ ഹൗസിലേക്ക് മാറ്റി ഒരു പച്ചപ്പ് നല്ലതായ ശേഷം ഇത് നമ്മൾ വിൽപ്പനയ്ക്ക് മാറ്റുകയാണ് ചെയ്യാറ്. ഇത് നമ്മുടെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പ്രൊഡക്ഷൻ ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കുവിൻ്റെ കാര്യം പറഞ്ഞു. ഇത് നമ്മുടെ ചിക്കുവിൻ്റെ ഏരിയയാണ് വരുന്നത്, ഈ ഒരു ബെഡ്. കാരണം ഇതിന് പ്രത്യേകം വെച്ചാൽ നമ്മൾ മാവല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ മാവിൻ്റെ കവർ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ചെയ്യുന്ന ചിക്കുവിലല്ല, കിർണി എന്ന് പറയുന്നുള്ള അതിൻ്റെ തന്നെ ഒരു കാട്ടു വിഭാഗം ഉണ്ട്, അതിലാണ് ചെയ്യുക. ഈ താഴെ കാണുന്ന മരം കിർണിയുടെ മരമാണ്, അതിലാണ് ചിക്കു. ഇപ്പോൾ നമുക്ക് ഈ മരം കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ കണ്ടല്ലോ, ഇത് നമ്മുടെ കിർണിയുടെ തൈയാണ് ഈ വരുന്നത്. ഈ കിർണിയുടെ തൈയിൽ ചിക്കു ചെയ്തിട്ടുണ്ട്. ഈ വളർന്നു വരുന്ന ചിക്കും അടിയിലുള്ള കിർണിയാണ്. കിർണി എന്ന് പറഞ്ഞാൽ ചിക്കുവിന് തന്നെ ഒരു അതേ ഫാമിലിയിൽപ്പെട്ട കാട്ടു വിഭാഗമാണ്, വളർച്ച കൂടുതൽ വിഭാഗമാണ്. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വെട്ടി കഴിഞ്ഞാൽ അടിയിൽ വരുന്ന മുളകൾ നമ്മൾ ഒഴിവാക്കി കളയണം. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് വരാതെ വേണം നടുമ്പോൾ ശ്രദ്ധിക്കാനൊക്കെ. അപ്പം ഇതിന് ചിക്കു നമ്മളെപ്പോഴും കിർണിയിലാണ് ചെയ്യുന്നത്. റെഡിയായി കഴിഞ്ഞാൽ നമ്മളിത് കവർ റെഡിയാക്കി വെച്ചുള്ളതാണ്. ഇനി നമ്മളിതിൻ്റെ കെട്ട് ഒന്ന് ടൈറ്റ് ആക്കി കെട്ടയച്ച് വിടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാവിൻ്റെ ഏരിയ ഉണ്ട്, അതിൽപ്പെട്ട മറ്റൊരു ഏരിയയാണ് മാവിൻ്റെ. ഇത് കാണുന്ന ഏരിയ വരെ ഫുൾ മാവിൻ്റെ ഏരിയയാണ്. ആ തല വരെ കാണുന്നുണ്ട്. ഇത് മുഴുവൻ മാവിൻ്റെ തൈകൾ തന്നെയാണ് വരുന്നത്. ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ പ്രൊഡക്ഷൻ ഏരിയയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ റംബൂട്ടാൻ, ഇത് മുഴുവൻ റംബൂട്ടാൻ്റെ തൈകൾ ഈ ലൈനാക്കി വെച്ച് നിങ്ങൾക്ക് ബഡ് ചെയ്ത് വെച്ചുള്ള തൈകളാണ് ഈ കാണുന്നതെല്ലാം. റംബൂട്ടാൻ നമ്മൾ ജസ്റ്റ് എമൗണ്ട് ബൾക്ക് പ്രൊഡക്ഷന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ 6 ഐറ്റംസ് മുഴുവൻ നമ്മളിവിടെ ബഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സ്വന്തമായിട്ട് ഉണ്ട്, തോട്ടത്തിൽ നിന്ന് സാധനം എടുത്ത ശേഷം നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് എല്ലാം. ഇത് നമ്മുടെ മുഴുവൻ റംബൂട്ടാൻ്റെ ഏരിയയാണ്. പൊളിയൂസിനാണുള്ളത്. ഇപ്പോൾ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ വള്ളിയും കുരുമുളകില്ലേ അതിൽ പെട്ടുള്ളതാണ്. അപ്പം ഇതിലാണ്ട് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 ടൈപ്പായിട്ടാണ് വരുന്നത്. ഒന്ന് നമ്മുടെ സാധാരണ കട്ടിങ്സ് വെച്ചിട്ടുള്ള കുരുമുളകുകൾ എന്നൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടാക്കി തോന്നും ഇതുപോലെ ഉണങ്ങിപ്പോയതാണ്. ഉണങ്ങിയതല്ല, ഇത് നമ്മൾ ഇതിൻ്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെല്ലാം ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. മാവിൻ്റെ കമ്പ് വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതിന് ചൂട് കുറഞ്ഞ് കിട്ടും. തേത്തിന് ശേഷം അപ്പോൾ മാവിൻ്റെ എല്ലാം ഉണങ്ങിപ്പോവും, നമുക്ക് ഈ വള്ളികൾ ഉപയോഗിക്കാൻ പറ്റും. ഇത് മൊത്തം വള്ളി കുരുമുളക് നമ്മൾ കട്ടിങ്സ് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് വരികയാണെങ്കിൽ തിരിച്ച് ഇത് നമ്മൾ വള്ളി കുരുമുളക് തന്നെയാണ്, പക്ഷേ ഇത് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പെട്ടെന്ന് ചീഞ്ഞ് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തിപ്പല്ലിക്ക് വെള്ളക്കെട്ടിൽ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ തിപ്പല്ലിയിൽ നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ കുരുമുളക് നമുക്ക് വെള്ളക്കെട്ട സ്ഥലങ്ങളിൽ വെക്കാൻ കഴിയും. അങ്ങനെ പന്നിയൂർ ഇനത്തെ പെട്ടതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ചെറിയ വേറെ മറ്റൊരു ബോക്സ് കാണാം. ഇതെന്താ വെച്ചാൽ കുറ്റിക്കുരുമുളകാണ്. നിങ്ങൾ കാണാൻ ചട്ടിയിലൊക്കെ കായ്ച്ചിരിക്കുന്ന കുരുമുളക് കണ്ടിട്ടില്ലേ, അതിന് നമ്മൾ തിപ്പല്ലിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണിത്. കാരണം നമ്മൾ ചട്ടിയിലൊക്കെ വെള്ളം ഒരിക്കലും ചെയ്യാൻ സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മൾ തിപ്പല്ലിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് തിപ്പല്ലിൽ ചെയ്യുന്ന കുറ്റിക്കുരുമുളകാണ്, അത് വള്ളി കുരുമുളകും, അത് കട്ടിങ്സും. നമ്മുടെ ഒരു കുരുമുളകിൻ്റെ ഒരു പോളിഹൗസ് ആയിട്ടാണ് ഇത്. നമ്മുടെ ബട്ടറിൻ്റെ ഈ തൈകൾ മുഴുവൻ ബട്ടറിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. ഇതിന് ഈ ബട്ടർ പ്രത്യേകം വെച്ചാൽ ബട്ടർ നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ബട്ടർ അധികം ഉണ്ടാവാറ്. പക്ഷേ ഈ ബട്ടറൊക്കെ നമുക്ക് ചൂടുള്ള പ്രദേശങ്ങളിൽ കായ്ച്ചിട്ടുള്ള ബട്ടറാണ്. അധികം ആളുകളും പറഞ്ഞൊരു കംപ്ലയിൻ്റ് ഉണ്ട്, നമ്മുടെ ബട്ടർ കൊണ്ടുപോയിട്ട് കായ്ക്കുന്നില്ല, കാലം കുറേ ആയി, ഒരു കായേ ഉള്ളൂ എന്നൊക്കെ. അതൊക്കെ എന്ന് വെച്ചാൽ തണുപ്പ് കാലത്തുള്ള ബട്ടർ ചൂട് കാലത്തേക്ക് വരുമ്പോൾ കാണിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ ബട്ടറല്ല, നമ്മൾ ചെയ്തിട്ടുള്ള ബട്ടർ നമ്മുടെ അടുത്ത് ഇപ്പോൾ കിലോ ബട്ടർ വരുന്നുണ്ട്, ഓവൽ ബട്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രോപ്പിക്കലായിട്ടുള്ള ബട്ടർ വരുന്നുണ്ട്, ലോങ് ടൈപ്പ്, അങ്ങനെ 4-5 ടൈപ്പ് ബട്ടേഴ്സ് നമ്മളത് വരുന്നുണ്ട്. ഈ ബട്ടറുകളെല്ലാം തന്നെ ഈ മലപ്പുറം ജില്ലയിൽ ചൂടുള്ള പ്രദേശങ്ങളിൽ കായ്ച്ച ബട്ടറാണ്, നന്നായിട്ട് കായ്ച്ച ബട്ടറാണ്.
അപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെ കൊണ്ടുപോയി ബട്ടർ ചൂട് കാലത്ത് എന്തായാലും കായ്ക്കും. കാരണം കായ്ച്ചെന്ന് ഉറപ്പുവരുത്തിയ സ്ഥലങ്ങളിൽ സയനം എടുത്തുകൊണ്ട് നമ്മുടെ ഇവിടെ തന്നെ മുളപ്പിച്ച കൂടുകൾ നമ്മൾ തന്നെ ചെയ്തുണ്ടാക്കിയ ബട്ടറാണ്. അപ്പോൾ ഈ ബട്ടർ നമുക്ക് ധൈര്യമായിട്ട് ചൂടുള്ള പ്രദേശത്തേക്ക് ആളുകൾ കൊണ്ടുപോകാം. 3 വർഷം മുമ്പ് നമുക്ക് സാധാരണ ഗ്രാഫ്റ്റ് തൈ കായ്ക്കുന്ന സമയം കൊണ്ട് ഈ ബട്ടർ കായ്ച്ച് ഫലം തരുന്നതാണ്. അത് നല്ല ഫലം തരുന്ന ബട്ടർ തന്നെയാണ്. നമുക്ക് ഉറപ്പുള്ള ബട്ടർ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഈ ട്രോപ്പിക്കൽ കായ്ക്കുന്നതും നമ്മൾ കണ്ടത് മാത്രം ഉറപ്പായിട്ടുള്ള ബട്ടേഴ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മൊത്തം ഈ കാണുന്ന മൊത്തം ബട്ടറും ട്രോപ്പിക്കലായിട്ടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന ബട്ടറുകളാണ്. നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ബട്ടറിൻ്റെ തൈകൾ കണ്ടിരുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഇതുപോലത്തെ തൈകളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വിത്ത് മുളപ്പിച്ച തൈകളാണ്. നമ്മൾ നേരത്തെ കണ്ട ബെഡ് ഉണ്ട് ബാക്കിൽ. ആ ബെഡിൽ നിന്നും മുളച്ച തൈകൾ ഇതുപോലെ കവറിലേക്കാക്കും. ഈ കവറിലാക്കിയ തൈകളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. വളരെ ഏകദേശം ഒരു പീസ് ഏകദേശം ചെയ്യാനായിട്ടുണ്ട്. ഒരു പ്രായമെത്തിയ തൈകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ബട്ടർ ചെയ്യുന്നത്. വിത്ത് മണം മുളപ്പിച്ച് തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് നല്ല കമ്പിൾ പുറത്ത് കൊണ്ടുവന്ന് ഇവിടെ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇത് നമ്മുടെ ചിറയിൽ അഗ്രോ ഗാർഡൻസിൻ്റെ ഫെർട്ടിലൈസർ യൂണിറ്റാണ്. അതായത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ യൂണിറ്റാണ് വരുന്നത്. അതായത് ഇതിവിടെ 1, 2, 3, 4 ടാങ്ക് ഉണ്ട് നമുക്ക്. 5 മീറ്റർ നീളത്തിലും 1 മീറ്ററോളം വീതി, 1.5 മീറ്റർ വരും. 1.5 മീറ്റർ വീതി വരുന്ന ടാങ്കാണ്. അപ്പോൾ നമ്മളിപ്പം കമ്പോസ്റ്റ് യൂണിറ്റ് തുടങ്ങിയിട്ട് 2-2.5 മാസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലൊരു കമ്പോസ്റ്റ് നമ്മൾ പുറത്ത് തരിച്ച് വെച്ചിട്ടുണ്ട്. PIC തരിച്ച് വെച്ച കമ്പോസ്റ്റാണ്. പിന്നെ ഇനി ബാക്കി കമ്പോസ്റ്റുകൾ എടുക്കാനായിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ്. നമ്മുടെ കമ്പോസ്റ്റാണിത്. പ്യൂർ മണ്ണിര കമ്പോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ മണ്ണിര കമ്പോസ്റ്റൂടെ റീസൈക്കിൾ ചെയ്തിട്ട് നമ്മളെ വേസ്റ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നതൊക്കെ. മണ്ണിര കമ്പോസ്റ്റ് പോലെ തന്നെ നമ്മൾ താഴത്ത് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റും ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇപ്പം 4 ബോക്സിന് ഒരു ബോക്സ് കോരി ഇട്ടിട്ടുണ്ട്. ബാക്കി ബോക്സ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ണിര കമ്പോസ്റ്റിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു ഉൽപ്പന്നമാണ് വെർമി വാഷ് എന്ന് പറയും. ഇത് നമ്മുടെ വെർമി വാഷിൻ്റെ കളക്ഷനാണ് വരുന്നത്. നമ്മുടെ ചെടിയിൽ ഇതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്കൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് വെർമി വാഷ്. ഈ മണ്ണിരയുടെ ഇതിൽ നിന്ന് വരുന്നൊരു ലിക്വിഡാണ്. ഭയങ്കരമായിട്ട് നല്ലൊരു മേന്മ ഇതിന് എല്ലാ വളങ്ങളും വരും. ഇതിന് നമ്മൾ ബോറോണും സൾഫറും വെച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെടികളിലേക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. ഈ 2 സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വന്തം പ്രൊഡക്ട്സായിട്ട് തന്നെ ഉണ്ടാക്കുന്നതും. വിൽപ്പനയായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ ഉൽപ്പന്നം നമ്മുടെ ചെടികൾ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മണ്ണിര കമ്പോസ്റ്റ് കണ്ട പോലെ തന്നെ ഇത് നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റിൻ്റെ ഏരിയയാണ്. കമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത കമ്പോസ്റ്റ് ചെയ്യാൻ ആവുന്നേ ഉള്ളൂ. ഫസ്റ്റ് കമ്പോസ്റ്റ് നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇത് നമ്മൾ ചകിരിച്ചോറ് കൊണ്ടുവരും. ഇതിൽ യൂറിയയും അതുപോലെ തന്നെ മഷ്റൂമിൻ്റെ സ്പോണും ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ചകിരിച്ചോറിൻ്റെ ടാനിൻ കണ്ടൻറ്റ് ഒഴിവാക്കി അതിൽ സെല്ലോസ് പിടിപ്പിച്ച് നല്ലപോലെ കുറച്ച് വളമേന്മയും ഒക്കെ കിട്ടുന്നതും അതുപോലെ തന്നെ അതിലുള്ളൊരു കറയുണ്ട് അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചകിരിച്ചോറ് കമ്പോസ്റ്റിൻ്റെ ഏരിയയാണിത്. അപ്പോൾ നമ്മുടെ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റും ഇവിടെ മണ്ണിരയും അതായത് വെർമി കമ്പോസ്റ്റും രണ്ടുമാണ് നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാർഗ്ഗങ്ങൾ. അപ്പോൾ നമ്മുടെ നഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ചിറയിൽ ചുങ്കത്ത് നിന്നും ചെറേക്കാട് വരെയൊക്കെ പോകുന്നത് കോട്ടശ്ശേരി കോളനി റോഡ് എന്ന് പറയും. കോളനി റോഡിൽ വരുമ്പോൾ അവിടെ അമരച്ചാൽ എന്ന പ്രദേശത്താണ് നമ്മുടെ നഴ്സറി വരുന്നത്. നമ്മുടെ നഴ്സറി ലാൻഡ്മാർക്കായിട്ട് ചിറയിൽ അഗ്രോ ഗാർഡൻസ് എന്ന് പറഞ്ഞാലും ചിറയിൽ ഗാർഡൻസ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു കോപ്പാർട്ണർഷിപ്പായിട്ട് ചിറയിൽ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രി ഉണ്ട്. അതുപോലെ തൊട്ടടുത്ത് എസ്കോള ഇൻ്റർനാഷണൽ കോളേജാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ചിറയിൽ അഗ്രോ ഗാർഡൻസിൻ്റെ സവിശേഷതകളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തൈകൾ നിങ്ങൾ കണ്ടുവരണം. നല്ല ക്വാളിറ്റിയുള്ള തൈകൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ക്വാളിറ്റിയുള്ള തൈകളാണ് നമ്മൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാനും മറ്റുമായിട്ട് നമ്മൾ പറഞ്ഞ അഡ്രസ്സിലും അതുപോലെ താഴെ കൊടുത്ത നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ചിറയിൽ ഗാർഡൻസ് എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗാർഡനിലേക്കുള്ള ലൊക്കേഷനും അവൈലബിൾ ആണ്. താങ്ക് യു.